നമ്മൾ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ പറയുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അതിന്റെ സിലബസ് ആണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതില് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ CPU, അതുപോലെ തന്നെ അതിന്റെ മെമ്മറി, ദെൻ മെമ്മറിയുടെ ഹയറാർക്കി. മെമ്മറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ മെമ്മറി ഹയറാർക്കിയിൽ തന്നെ രജിസ്റ്റേഴ്സ്, ക്യാഷ്, റാം, വിർച്വൽ മെമ്മറി, ദെൻ മദർ ബോർഡ്, അതിനുശേഷം കമ്പ്യൂട്ടർ പെരിഫറൽസ്, അതിൽ തന്നെ IO ഡിവൈസസ്, ദെൻ സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ടുള്ള HDDs, SSDs, ഒപ്റ്റിക്കൽ ഡ്രൈവ്സ്, IO കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിവൈസ് മാനേജ്മെന്റ്, പിന്നെ ഇന്റർവൈസ് കാർഡ്സ്, ബസ്സസ്, ഫേംവെയർ, ബൂട്ട് പ്രോസസ്സ്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ് എന്താണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ആർക്കിടെക്ചർ എന്താണ്? ഒരു മോഡൽ അല്ലെ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഒരു സെവറൽ കീ കമ്പോണൻസ് ആയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓർഗനൈസ് ചെയ്താൽ മാത്രം പോരാ, ആ ഓർഗനൈസ് ചെയ്ത കമ്പോണൻസ് എന്ത് ചെയ്യണം? ഒരുമിച്ച് വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണേ? ടു പെർഫോം സം ഓപ്പറേഷൻസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ആ ഓർഗനൈസ് ചെയ്തേക്കുന്നത് നമ്മൾ എന്തിന്റെ ബേസിസിലാണ്? ഒരു വോൺ ന്യൂമൻ എന്ന് പറയുന്ന ആർക്കിടെക്ചറിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ഓർഗനൈസ് ചെയ്യുന്നത്. ഈ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കമ്പോണൻസ് വരുന്നുണ്ട്? CPU വരുന്നുണ്ട്, മെമ്മറി വരുന്നുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വരുന്നുണ്ട്, പിന്നെ അവരുടെയൊക്കെ ഇന്റർ കണക്ഷൻസ്. ഇതിനെയാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കി വെക്കണം. ഇനി എങ്ങനെയാണ് ഇവര്? നമ്മൾ പറഞ്ഞു, ഒരു വെറുതെ ഓർഗനൈസ് ചെയ്താൽ പോരാ, ഇത് ബേസ് ചെയ്തത് വോൺ ന്യൂമൻ ആർക്കിടെക്ചറിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ ആണ് നമ്മൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കി എന്തൊക്കെയാണെന്ന്. അതായത് ഒരു മെയിൻ ആയിട്ട് വരുന്ന ഒരു ആർക്കിടെക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയുണ്ട്? CPU. ഇതാണ് നമ്മുടെ CPU. CPUന്റെ ഉള്ളിൽ വരുന്ന കുറച്ച് യൂണിറ്റ്സുകളാണ് കൺട്രോൾ യൂണിറ്റ്, അരിത്തമാറ്റിക് ഓർ ലോജിക് യൂണിറ്റ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? അപ്പൊ CPU കഴിഞ്ഞു, ഒരു കമ്പോണന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? മെമ്മറി. അപ്പൊ ഇവിടെയാണ് നമ്മുടെ മെമ്മറി യൂണിറ്റ് വരുന്നത്. അടുത്തത് എന്താ? ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സ് അല്ലെ. ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സ്, അതാണ് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും. ഇൻപുട്ട് ഡിവൈസസിൽ നിന്ന് നമ്മൾ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഡേറ്റയാണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ പ്രോസസ്സറിന് കൊടുക്കുന്നത്, അതായത് CPU കൊടുക്കുന്നത്. CPU അതിനെ പ്രോസസ് ചെയ്ത് നമുക്ക് എന്ത് തരുന്നു? ഔട്ട്പുട്ട് ഡിവൈസസിൽ കൂടെ ഇൻഫോർമേഷൻ തരുന്നു, തിരിച്ച് നമുക്ക് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഓരോ യൂണിറ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? CPU അല്ലെ. CPU എന്ന് പറഞ്ഞതിന്റെ ഒരു ഡെഫിനേഷൻ ആണ് എന്ത്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇനി ഈ CPU എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. ഇനി ഈ CPU എന്താ ചെയ്യേണ്ടത്? ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷൻ ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആരുടെ? CPU എന്ന് പറയുന്നത്. ഇനി CPU-ൽ തന്നെ 3 മെയിൻ കമ്പോണൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ CPU എന്താന്ന് പഠിച്ചു? CPU എന്താണ്? ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. ഇനി റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ്. ഇനി മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ഉണ്ട്. ആ 3 കമ്പോണൻസ് ഏതൊക്കെയാ? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, അതിനെ നമുക്ക് പറയാം ALU. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, അതിന് നമുക്ക് വേറൊരു പേര് പറയാം ALU. എന്താണ് ഇത് ചെയ്യുന്നത്? പെർഫോംസ് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്. അതിന്റെ പേരിൽ തന്നെയുണ്ട് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. അപ്പൊ എന്ത് പെർഫോം ചെയ്യുന്നുണ്ട്? അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അരിത്തമാറ്റിക് ഓപ്പറേഷൻസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്. ഇനി അടുത്തൊരു അതിൽ തന്നെ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. സോ എന്ത് ഓപ്പറേഷൻസും കൂടി പെർഫോം ചെയ്യുന്നുണ്ട്? ലോജിക്കൽ ഓപ്പറേഷൻസും കൂടി പെർഫോം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേഷൻസ്? ആൻഡ്, ഓർ, നോട്ട്, എക്സോർ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഈ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്.
ഇനി ഈ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് വർക്ക്സ് ഡയറക്ട്ലി വിത്ത് ഡേറ്റ ഫെച്ച്ഡ് ഫ്രം രജിസ്റ്റേഴ്സ് ഓർ മെമ്മറി. ഈ ALU വർക്ക് ചെയ്യുന്നത് നേരിട്ട് ഇൻപുട്ട് ഡിവൈസസോ ഔട്ട്പുട്ട് ഡിവൈസസോ അല്ല, ആരായിട്ടാണ്? ഡേറ്റ ഫെച്ച്ഡ് ഫ്രം രജിസ്റ്റേഴ്സ് ഓർ മെമ്മറി. അപ്പൊ ഈ 3 പോയിന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. ഇനി അതിൽ തന്നെ CPU തന്നെ അടുത്തുള്ള ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ അതിനെ നമുക്ക് ഷോർട്ട് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? CU. കൺട്രോൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഡയറക്ട്സ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഡീകോഡ്സ് ഇൻസ്ട്രക്ഷൻ ഫെച്ച്ഡ് ഫ്രം മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് വെച്ച് ചെയ്യണത് എന്ത് ചെയ്യുന്നു? ഡീകോഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സെൻസ് കൺട്രോൾ സിഗ്നൽസ് ടു അതർ കമ്പോണൻസ്. ഇതിന് മെമ്മറിയിൽ നിന്ന് ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ, ഡീകോഡ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫെച്ച് ചെയ്ത്, അതായത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് വേണ്ടതെന്ന് ഫെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അത് കൺട്രോൾ സിഗ്നൽസ് ആയിട്ട് ബാക്കിയുള്ള കമ്പോണൻസിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ബാക്കിയുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ALU, മെമ്മറി, IO ഡിവൈസസ്. ഇനി കറക്റ്റ് പിന്നൊരു അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? കറക്റ്റ് സീക്വൻസസിലല്ലേ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നു. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? അടുത്ത കമ്പോണൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്? രജിസ്റ്റേഴ്സ്. ഓക്കെ, അടുത്ത കമ്പോണന്റ് ആണ് രജിസ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് CPU. CPUയിൽ തന്നെ 2 സബ് കമ്പോണൻസ് ഉണ്ട്, 3 മെയിൻ കമ്പോണൻസ് ഉണ്ട്. ഇതൊക്കെയാണ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ഇനി മൂന്നാമത്തെയാണ് നമ്മുടെ രജിസ്റ്റേഴ്സ്. ഓക്കെ, എന്താണ് വരുന്നത്? രജിസ്റ്റേഴ്സ്. അപ്പൊ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്, പക്ഷെ എന്താണ്? ഹൈ സ്പീഡ് സ്റ്റോറേജ് ലൊക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ചെറുതാണെങ്കിലും എന്താണ്? ഹൈ സ്പീഡ് ആണ്. എവിടെ സിറ്റുവേറ്റ് ചെയ്യണത്? ഇൻസൈഡ് ദ CPU. ഇനി അത് എന്താ ചെയ്യുന്നത്? ടെമ്പററിലി ഡേറ്റ ഹോൾഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും ഇന്റർമീഡിയറ്റ് റിസൾട്ട്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പററി ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ രജിസ്റ്റേഴ്സിലാണ് എക്യുമുലേറ്ററിനെയാണ് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? ACC അല്ലെങ്കിൽ AC എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഫോർ ഓപ്പറേഷൻസ്, നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് എക്യുമുലേറ്റർ. അടുത്താണ് എന്തെന്ന് പറയുന്നത്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് ഹോൾഡിംഗ് കറണ്ട് ഇൻസ്ട്രക്ഷൻസിനെ ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അടുത്താണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ട്രാക്ക് ചെയ്യുന്നു. അപ്പൊ വ്യത്യാസം എന്താണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കറണ്ട് ഇൻസ്ട്രക്ഷനെ ഹോൾഡ് ചെയ്യുന്നു, പ്രോഗ്രാം കൗണ്ടർ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ട്രാക്ക് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ CPU കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ എഴുതണം? CPU എന്താണെന്ന് എഴുതണം, CPU ഫങ്ഷൻസ് എഴുതണം, CPU കമ്പോണൻസ് എഴുതണം. CPU കമ്പോണൻസ് ഏതൊക്കെയാ? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിലെ അരിത്തമാറ്റിക് യൂണിറ്റ് എന്താ ചെയ്യുന്നത്? അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ലോജിക് യൂണിറ്റ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ഇനി കൺട്രോൾ യൂണിറ്റ് എന്താണ്? ഈ ആക്ടിവിറ്റീസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ആണ്, ഹൈ സ്പീഡ് സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ്. എന്തൊക്കെയാണ് ഹോൾഡ് ചെയ്യണ? ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ്, ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്, അതായത് കോമൺ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? എക്യുമുലേറ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ. എക്യുമുലേറ്റർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കറണ്ട് ഇൻസ്ട്രക്ഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോഗ്രാം കൗണ്ടർ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്ര നമ്മൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി CPUവിന്റെ മെയിൻ ഫങ്ഷൻസ്, ഇത് ചിലപ്പോൾ 3 മാർക്സിനൊക്കെ ചോദിക്കാം. എന്താണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് എ CPUവിന്റെ മെയിൻ ഫങ്ഷൻസ് ഏതൊക്കെയാ? ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് ആൻഡ് സ്റ്റോർ. ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുക. നമുക്ക് എന്താണ്? ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കണം, അതാണ് ഫെച്ച് എന്ന് പറയുന്നത്. ഇനി അതിനെന്ത് ചെയ്യണം? നമുക്ക് ആ കമ്പ്യൂട്ടറിന് അറിയില്ല ഇൻസ്ട്രക്ഷൻ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പൊ അതിനെന്ത് ചെയ്യണം? ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ എങ്ങനെയാണോ എക്സിക്യൂഷൻ ചെയ്യേണ്ടത് ആ ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇനി എക്സിക്യൂട്ട് എന്ന് പറയുന്നത് എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ കൊടുത്തിരിക്കുന്നത്, അതായത്
പെർഫോമിങ് എ കാൽക്കുലേഷൻ ആണോ അല്ലെങ്കിൽ മൂവിങ് ആണോ, എന്താണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളതാണ് എക്സിക്യൂട്ട് എന്ന് പറയുന്നതിലേക്ക് കൊടുക്കുന്നത്. ദെൻ ആഫ്റ്റർ എക്സിക്യൂഷൻ നമ്മൾ റിസൾട്ട് എന്ത് ചെയ്യണം, നമുക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഫങ്ഷൻസ് ഓഫ് എ CPU എന്താണ്, ഫെച്ച്, ഡിക്കോഡ്, എക്സിക്യൂട്ട് ആൻഡ് സ്റ്റോർ. ഇനി different classification of CPUs based on the number of processing units. ഇനി CPU-നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സിംഗ് യൂണിറ്റ്സിന്റെ ബേസിസിൽ നമ്മൾ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സിംഗ് യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ട്, അതാണ് നമ്പർ ഓഫ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് പറയാം കോർ, എത്ര കോറുകൾ ഉണ്ട്. ഇപ്പൊ ഡ്യുവൽ കോർ അങ്ങനെ പറയാറുണ്ട് നമ്മൾ, ക്വാഡ് കോർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിൽ നമ്പർ ഓഫ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് എത്ര എത്ര ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്, അതിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് CPU-നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഓരോ കോർ എന്ന് പറയുന്നത്, നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഓരോ കോർ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ഇൻഡിപെൻഡന്റ്ലി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂഷൻ ചെയ്യുന്നത്. അപ്പോ നമ്മൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി ടാസ്കിങ്ങും പെർഫോമൻസും ഒക്കെ ഇൻക്രിമെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ, സിംഗിൾ കോർ CPU. ഓക്കെ, സിംഗിൾ കോർ. അപ്പൊ അതിന്റെ പേരിൽ തന്നെയുണ്ട് സിംഗിൾ കോർ. അപ്പൊ സിംഗിൾ എത്ര എണ്ണാണ്, 1. സോ അതിന് എത്ര യൂണിറ്റ് ഉണ്ടായിരിക്കുള്ളൂ, 1 പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് 1 കോർ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതിനെ സിംഗിൾ കോർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എക്സിക്യൂഷൻ ചെയ്യാൻ എന്താ പറ്റുക, ഒരു കോറുള്ളൂ, ഒരാളുള്ളൂ. അപ്പൊ ആ ഒരാൾക്ക് മാത്രമേ അറ്റ് എ ടൈം ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വൈൽ ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ബേസിക് ടാസ്ക് ലൈക്ക് ബ്രൗസിംഗ് ദ വെബ് ഓർ വേർഡ് പ്രോസസ്സിംഗ്. വേർഡ് പ്രോസസ്സിങ്ങിനും ബ്രൗസിങ്ങിനും ഒക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് എന്താ, മൾട്ടി ടാസ്കിങ്ങും അല്ലെങ്കിൽ കുറേ ഹെവി ആപ്ലിക്കേഷൻസും ഒന്നും നമുക്ക് സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, റൺ ചെയ്യാനായിട്ട് പറ്റില്ല. ആ സമയത്ത് അത് കുറച്ച് സ്ട്രഗിളിങ് ഫീൽ ചെയ്യും. അതാണ് സിംഗിൾ കോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡ്യുവൽ കോർ. അപ്പൊ ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താ, ടു പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ 2 കോർ ഉണ്ടായിരിക്കും ഏതിന്, ഡ്യുവൽ കോറിന്. അപ്പോൾ 2 ഇൻസ്ട്രക്ഷൻ സൈമൾട്ടേനിയസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ മൾട്ടി ടാസ്കിങ്ങും പെർഫോമൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ പ്രോസസ്സറിനേക്കാളും നമുക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. This type of CPU is ideal for moderate multitasking and handling more demanding tasks like casual gaming, video streaming. അതൊക്കെ കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡ്യുവൽ കോർ. ഇനിയുള്ളതാണ് മൾട്ടി കോർ. മൾട്ടി കോർ എന്ന് പറഞ്ഞാൽ എന്താ, മോർ ദാൻ 2 പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആക്ച്വലി ഒരു 4 കോർ ഒക്കെ വരാം, ക്വാഡ് കോർ അല്ലെങ്കിൽ 6 കോറിനെ പറയാം ഹെക്സാ കോർ, അല്ലെങ്കിൽ 8 കോർ വരാം, അതിന് നമുക്ക് ഒക്ടാ കോർ എന്നൊക്കെ പറയാം. അപ്പൊ മൾട്ടിപ്പിൾ ടാസ്കിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫറെന്റ് ടൈംസിൽ അതായത് അറ്റ് എ ടൈം ഡിഫറെന്റ് ടാസ്കിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് മൾട്ടി കോർ CPU എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്പിൾ ടാസ്കിന് എന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു സിംഗിൾ കോർ, ഡബിൾ കോർ ആണെങ്കിൽ കോർ 1ഉം കോർ 2ഉം, ക്വാഡ് കോർ ആണെങ്കിൽ എത്ര, 4 എണ്ണം നമുക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബേസിക് CPU-ന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് CPU എന്താണെന്ന് പഠിച്ചു അല്ലെ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്താണെന്ന് പഠിച്ചു, CPU എന്താണെന്ന് പഠിച്ചു, CPU-ന്റെ ഡിഫറെന്റ് കമ്പോണൻസ് പഠിച്ചു. ആ കമ്പോണൻസിൽ തന്നെ ഓരോ കമ്പോണൻസും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ദെൻ നമ്മുടെ CPU-നെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ബേസിസിലാണ്. അത് 3 ടൈപ്സ് നമ്മൾ പഠിച്ചു. ഇത്രയാണ് CPU-നെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.